ആധ്യാത്മിക ദിനമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും കൂടി 700 പേരും 2020 പേരും ഭഗവത്ഗീത പൂർണ്ണമായിട്ട് ചൊല്ലാനും നിർമ്മല സീതാരാമൻ മുതൽ പാലക്കാടുള്ള 39 ആശ്രമങ്ങളും ഒരുമിച്ച് അവിടെ ഇരിക്കാനും ഏപ്രിൽ 1 2024. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ കണക്കാക്കിയത് എന്താ വെച്ചാൽ പാലക്കാടിന് എന്തുകൊണ്ട് പാലക്കാട് ആധ്യാത്മിക ജില്ല എന്നാണ്. കാരണം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, പാലക്കാട് മാത്രമാണ് ഭാരതത്തിന്റെ പേരുള്ള ഭാരതപ്പുഴയുള്ളൂ. വേറെ ഏത് ജില്ലയിലും ഏത് സംസ്ഥാനത്തിലും നമ്മൾ കാണില്ല. അതേപോലെ 108 അഗ്രഹാരങ്ങളും 406 ആദിവാസികൾ താമസിക്കുന്ന ഊരുകളുള്ള സ്ഥലം പാലക്കാടേയുള്ളൂ. അതായത് എല്ലാ ജാതി വ്യവസ്ഥ അനുസരിച്ചും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ജില്ല പാലക്കാട് ജില്ല. അതേപോലെ തന്നെ നമുക്കറിയാം, തപോവന സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരുനാഥൻ തപോവന സ്വാമികൾ, ജ്ഞാനാനന്ദ സരസ്വതി, ശുഭോദാനന്ദ സ്വാമിജി, ആത്മശാസ്ത്രികൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി മഹാപണ്ഡിതന്മാർ ജന്മമെടുത്ത് പാലക്കാട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലമാണ് പാലക്കാട്. അതേപോലെ സംഗീതം എടുത്തു കഴിഞ്ഞാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ, MS വിശ്വനാഥൻ, MD രാമനാഥൻ, പാലക്കാട് മണിയയ്യർ തുടങ്ങിയിട്ടുള്ള സംഗീതത്തിന്റെ നിറകുടങ്ങളെല്ലാം പാലക്കാട് ജില്ലയിലാണ്. വരരുചിയുടെ 12 കുലവും ജന്മമെടുത്ത പാലക്കാട്. ആയുർവേദത്തിന്റെ നിറകുടമായിരുന്ന 6-ാം തമ്പുരാൻ മുതൽ ആനയെ പണ്ട് മയക്കുവെടി ഉണ്ടായിരുന്നില്ല, കടുവ വേലായുധൻ വരെ ജന്മമെടുത്തത് പാലക്കാട്. അങ്ങനെയുള്ള ആദ്യത്തെ ഹോട്ടൽ ഉടമ മുതൽ പാലക്കാടിന്റെ ആദ്യത്തെ ബസ് ഓണർ വരെ നമ്മൾ കണ്ടെത്തി. അത് 2019 കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഫയൽ ചെയ്തു. പ്രധാനമന്ത്രിയെ കാണാനും അതുപോലെ നിർമ്മല സീതാരാമനെ നേരിട്ട് കാണാനും അതിലൂടെ HRD മിനിസ്ട്രിക്കും നമ്മൾ ഈ ഫയൽ പാലക്കാട് സ്പിരിച്വൽ ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യാനുള്ള എല്ലാ പേപ്പേഴ്സും നമ്മൾ തയ്യാറെടുത്തു. പക്ഷേ മാർച്ച് 21 ലോക്ക്ഡൌൺ വന്നതോടുകൂടി പ്രോഗ്രാം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. പ്രധാന ഉത്സവം പ്രതിഷ്ഠാദിനാണ്. പ്രതിഷ്ഠാദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ ഒരു സാംസ്കാരിക വേദി തയ്യാറെടുക്കാറുണ്ട്. അതിൽ വരുന്ന വ്യക്തികളെ, അതായത് സാധാരണ വ്യക്തികളെ, ഇതിപ്പോ ക്ഷേത്രത്തിൽ മാല കെട്ടുന്ന ആൾക്കാരെ ആരും ആദരിക്കാറില്ല. അതേപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, കലാരൂപങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ, ഈ പുള്ളവും പാട്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ വർഷത്തിൽ ഓരോ വർഷവും ഓരോരുത്തരെ ആദരിക്കാറുണ്ട്. ഓരോ കലാകാരന്മാരെ ആദരിക്കുക, അതാണ് നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ പ്രതിഷ്ഠാദിനം അതിഗംഭീരമായിട്ട് ഇന്ന് പ്രധാനം. മാസാമാസം പൂജകളും കാര്യങ്ങളും എല്ലാം തുല്യമായി നടക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളിവിടെ ഏപ്രിൽ 1 പ്രതിഷ്ഠാദിനം ഗംഭീരമായിട്ട് ആഘോഷിക്കും. അതാണ് നമ്മുടെ പ്രധാനം. കാരണം സാംസ്കാരികമായിട്ടും സമൂഹത്തെ ഉദ്ധരിച്ച് കൊണ്ടുവരാനുള്ള. ഇപ്പോ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ ഒളിവിലുണ്ടായിരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ അതുവരെ നമ്മൾ റെക്കോർഡിങ്ങിൽ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതെ ഉണ്ട്. ഇപ്പോ കേരളത്തിൽ തന്നെ ആദ്യത്തെ പെൺവിദ്യാലയം പാലക്കാട് ജില്ലയിലാണ്. വടക്കന്തറയില് ഡോക്ടർ നായർ സ്കൂളാണ്, ഡോക്ടർ മാധവൻ നായർ സ്കൂൾ എന്നാണ്. തരവത്തെ അമ്മാളുമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് പെൺവിദ്യാലയമായിട്ട് ആരംഭിക്കുന്നതും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രകാശ് കാരാട്ട് വരെ അവിടെ വന്ന് 1 വർഷം അവിടെ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ അതുവരെ നമ്മൾ ഹിസ്റ്ററി ആയിട്ട് നമ്മൾ പാലക്കാടിൻ്റെ ചരിത്രം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, അഗ്രഹാരങ്ങളുടെ പേരുകളൊക്കെ മാറിക്കിടക്കാം. ചാത്തപുരമായി ശാസ്ത്രപുരത്തെ തിരിച്ച് അതേ പേരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടി നടത്തി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കും അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കൊക്കെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. കാരണം ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ചില മേഴ്സി കോളേജ് ജംഗ്ഷനിൽ ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം എടുത്തുമാണ് 2011. അപ്പൊ അതുകൂടി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. കാരണം ഇന്ന് കേന്ദ്ര സർക്കാർ എല്ലാ ഭാഗത്തും ഓരോ വ്യക്തികളുടെ ശിലാരൂപത്തോടുകൂടി അവരുടെ സംസ്കാരത്തെയും അവർ ചെയ്തിരുന്ന പ്രവൃത്തിയെയും കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ നമുക്ക് ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെ ശില നമുക്ക് മേഴ്സി കോളേജ് ജംഗ്ഷനിൽ വെച്ചത് എന്തുകൊണ്ട് എടുത്തു മാറ്റി എന്നുള്ള ചോദ്യം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ നമുക്കറിയാം, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ സാറാണ്, സർ ശങ്കരൻ എന്ന് പറയും, മംഗലയിലുള്ള. പിന്നെ ഒറ്റപ്പാലത്ത് VP മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂടെ യാത്ര ചെയ്ത് കേരളം സംസ്ഥാനമാക്കാനും ജില്ലയാക്കാനും തയ്യാറെടുത്തത്. അങ്ങനെ ഒരു രൂപരേഖ അടക്കം നമുക്ക് പാലക്കാടിന്റെ ചരിത്രത്തിൽ നമ്മളെല്ലാം പറയുന്നത് ടിപ്പു സുൽത്താന്റെ കോട്ടയായിട്ടാണ് പാലക്കാട്. പക്ഷെ
പക്ഷെ പാലക്കാട്ടുശ്ശേരി രാജാവ് കെട്ടിയ പണിതുമാണ് ടിപ്പു അവിടെ വന്ന് കുടിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ടിപ്പു ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം, അല്ലെങ്കിൽ ടിപ്പുവിന്റെ പടയോട്ട കാലത്തെല്ലാം അദ്ദേഹം ആ കോട്ടയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വേദം പഠിച്ച ബ്രാഹ്മണനെ ശകുനം കണ്ടിട്ടാണ് പോയിരുന്നത്. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഒറ്റപ്പട്ടരെ കണ്ടാൽ നമുക്ക് ശകുനദോഷമായിട്ടാണ് നമ്മുടെ സമൂഹം ചിത്രീകരിക്കുന്നത്. പക്ഷെ വേദം പഠിച്ച ബ്രാഹ്മണനെ ശകുനം നിർത്തി അദ്ദേഹം കുതിരയോട്ടം നടത്തിയിരുന്നു. എന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ തല അറുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് പക്ഷെ ചരിത്രത്തിൽ എവിടെയും വരുന്നില്ല. അപ്പോൾ ഈ ചരിത്രത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും കൂടി ഭഗവാൻ സഹായിച്ച് ഞങ്ങൾക്ക് സാധിച്ചു വരുന്നു. ഇനിയും കുറെ കാര്യങ്ങൾ കൂടി കിട്ടാനുണ്ട്. അതാണ് അഞ്ചുമൂർത്തി മംഗലം, അഞ്ചുമൂർത്തി ക്ഷേത്രം. ഇവിടെ ഒരു 10 ദിവസത്തെ ശാന്തിക്കാരനായിട്ട് വന്നതാണ്. ഇന്നിപ്പോ 14 വർഷമായിട്ട് ഇവിടുത്തെ ശാന്തിക്കാരനായിട്ട് പ്രവർത്തിച്ചു വരുന്നു. താങ്കളുടെ പേര്? ശ്യാം ചൈതന്യ എന്നാണ് പേര്, ശ്യാം പ്രസാദ്. ഡോക്ടർ ഇപ്പൊ എനിക്ക് പാലക്കാടിന്റെ ചരിത്രം നീതി ആയോഗിന് കൊടുത്തതിന് ശേഷമാണ് കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് ഡോക്ടറേറ്റ് കൂടി കിട്ടിയത്. ഓണററി ഡോക്ടറേറ്റ് കൂടി. പാലക്കാടിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നു. സ്വന്തം